അർജന്റീന ആരാധകർക്ക് ഏറെ നിരാശാജനകമായ വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത്. ആശങ്കാജനകമായ വാർത്ത തന്നെയാണ്. നിലവിൽ ഇതിനോടകം തന്നെ പല പ്രമുഖ ടീമുകളും അവരുടെ അന്തിമ സ്ക്വാഡും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതുവരെ അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി അർജന്റീനയുടെ അന്തിമ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം എന്താണ്? അർജന്റീനയുടെ പ്രമുഖ മാധ്യമമായ TYC സ്പോർട്സ് പറയുന്നതനുസരിച്ച് അർജന്റീനയിലെ പല താരങ്ങൾക്കും പരിക്കിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫൈനൽ കൺഫർമേഷന് വേണ്ടി സ്കലോണിയും കാത്തിരിക്കുകയാണ്. നിലവിൽ ഈ മാസം 30-ാം തീയതിയാണ് അവസാന ഡേറ്റ്. അതിനു മുമ്പ് അന്തിമ സ്ക്വാഡിനെ അർജന്റീനയായാലും ഏത് ടീമായാലും ഫിഫക്ക് കൈമാറണം. എങ്കിൽ 28-ഓ 29-ഓ തീയതിയിൽ തന്നെ അർജന്റീന തങ്ങളുടെ അന്തിമ സ്ക്വാഡ് പ്രഖ്യാപിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇപ്പോൾ ഇതാ അതിനിടെ അർജന്റീനയ്ക്ക് ആശങ്കാജനകമായ മറ്റൊരു ന്യൂസ് കൂടി വന്നിരിക്കുകയാണ്. താങ്കളുടെ നമ്പർ 1 ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസിൻ്റെ പരിക്കാണ് അർജന്റീനയ്ക്ക് നിരാശാജനകമായ വാർത്ത സമ്മാനിക്കുന്നത്. നിലവിൽ യൂറോപ്പ ലീഗിൻ്റെ ഫൈനലിൽ ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി ഗോൾവല കാക്കുന്നതിന് മുമ്പ് തന്നെ പരിശീലന സെക്ഷനിൽ വെച്ച് താരത്തിൻ്റെ കൈവിരലൊടിഞ്ഞതായി താരം തന്നെ പറഞ്ഞിരുന്നു. എന്നിട്ടും മത്സരം താരം 90 മിനിറ്റും പൂർത്തിയായി. എന്നാൽ ഇന്നലെയാണ് അതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നത്. താരത്തിൻ്റെ കൈവിരലിന് പൊട്ടലുണ്ട്. തൽക്കാലം സർജറി വേണ്ടിവരില്ലെന്നാണ് മെഡിക്കൽ ഡോക്ടറുടെ റിപ്പോർട്ട്. അതേസമയം ഏകദേശം 3 ആഴ്ചയോളം താരത്തിന് വിശ്രമം വേണ്ടിവരുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ വേൾഡ് കപ്പിന് മുന്നേയുള്ള ഫ്രണ്ട്ലി മത്സരങ്ങളെല്ലാം എമിലിയാനോ മാർട്ടിനസിന് നഷ്ടമാകും. വേൾഡ് കപ്പിലെ ആദ്യ പോരാട്ടം 16-ാം തീയതിയാണ് നടക്കുന്നത്, അൾജീരിയക്കെതിരെ. ആ മത്സരം കളിക്കുമോ എന്ന കാര്യവും നിലവിൽ സംശയത്തിലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കളിക്കാതിരിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കാരണം താരം പൂർണ്ണ ഫിറ്റായാൽ മാത്രമേ ആദ്യ മത്സരത്തിൽ കളിക്കാനിറങ്ങൂ. ഗ്രൂപ്പിലെ മറ്റു 2 മത്സരങ്ങളും താരത്തിന് എങ്ങനെയായാലും കളിക്കാമെന്ന് ഉറപ്പാണ്. എങ്കിലും ആദ്യ മത്സരത്തിൻ്റെ കാര്യമാണ് നിലവിൽ സംശയത്തിലുള്ളത്. ഈ വാർത്ത സ്കലോണിക്ക് ഇരട്ടി തലവേദന നൽകുന്ന ഒന്നുകൂടിയാണ്. പ്രധാനപ്പെട്ട ഡിഫൻഡർമാർ പോലും പരിക്കിൻ്റെ പിടിയിലാണ്. ഏതായാലും അന്തിമ സ്ക്വാഡിന് വേണ്ടി അർജന്റീന ആരാധകരും കാത്തിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് നൗ.